പ്രൈസ് ലോർഡ്. ബൈബിൾ വചനങ്ങളിലൂടെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലെ 17-ാം അധ്യായത്തിലെ 14-ാം വചനം കാണിച്ചു തരികയാണ്. താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, ഏലിയ പ്രവാചകൻ അഹാബ് രാജാവിനോട് പ്രഖ്യാപിച്ചതുപോലെ വരൾച്ച ഉണ്ടായി. ഏലിയ പ്രവാചകൻ ഒളിച്ചു താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നീർച്ചാൽ വറ്റിത്തുടങ്ങി. ദൈവം അതിന് അനുസരിച്ച് അവനോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ഞാൻ സീദോനിലെ സെറപ്തായിലെ ഒരു വിധവയോട് നിനക്ക് ഭക്ഷണം നൽകുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഏലിയ പ്രവാചകൻ സീദോനിലെ സെറപ്തായിലേക്ക് പുറപ്പെട്ടു. കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവളോട് ഒരു പാത്രം വെള്ളം തരുവാൻ ഏലിയ പ്രവാചകൻ ചോദിക്കുകയാണ്. വെള്ളമെടുക്കാൻ പോകുന്ന വഴി കുറച്ച് അപ്പവും കൂടി എടുക്കുക, എനിക്ക് കഴിക്കാനാണ്, വിശക്കുന്നു. വിധവ പറഞ്ഞു, ആകെ കുറച്ച് മാവേ ഉള്ളൂ, കുറച്ച് എണ്ണയുമുണ്ട്. ഈ വിറക് ശേഖരിക്കുന്നത് അത് അപ്പമുണ്ടാക്കി എനിക്ക് മകനും കഴിക്കണം, അതിനുശേഷം മരിക്കണം. കാരണം അവിടെയും വരൾച്ചയെത്തി, ഒന്നുമില്ലാത്തൊരവസ്ഥ. ഏലിയ പ്രവാചകൻ പറഞ്ഞു, ആ മാവെടുത്ത് ഒരു ചെറിയ അപ്പം എനിക്കാദ്യം ഉണ്ടാക്കി തരിക, അതിനുശേഷം നീയും മകനും ഉണ്ടാക്കി കഴിക്കുക. വിധവ ഏലിയ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചു. ഏലിയ പ്രവാചകൻ അത് കഴിച്ചു. അവളോട് പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിൻ്റെ കലത്തിലെ മാവ് തീരുകയില്ല. താൻ മഴ പെയ്യിക്കുന്നതുവരെ, ഇവിടെ ക്ഷാമം തീരുന്നതുവരെ നിൻ്റെ ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്നതുപോലെ അവിടെ സംഭവിക്കും.